മത്തായി സൺസ്. അതെന്താ ആ ഫാക്ടറിക്ക് അങ്ങനെ പേരിട്ടിരിക്കുന്നത്? അലക്സ് മത്തായിയുടെ സണ്ണായതുകൊണ്ട്. ആ ഫാക്ടറിക്കകത്ത് മുഴുവൻ കരിയും പൊടിയുമാണ്. 2 മണിക്കൂർ അതിനകത്ത് നിന്ന ഈ ചുവന്ന തൊടുത്ത മുഖം കരിമ്പൂതം പോലെ ഇരിക്കും. കൂടെ ഈ ആൺഭൂതം ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാലത്ത് 7 മണിക്കൂർ വരും. നമുക്ക് ഒരുമിച്ച് ഫാക്ടറിക്ക് പോവാം. നീ റെഡി ആയിരിക്കണം. ഞാൻ വരട്ടെ? വരൂ പ്രദീപ്, ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട രേഖ, അലക്സ് കാത്തിരിക്കും. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. വരട്ടെ? എന്തിനാടി ആ ആചാര്യച്ചേർക്കൻ നിന്റെ കൂടെ മണപ്പിച്ച് വട്ടം കൂടി നടക്കുന്നത്? എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ആ രേഖ മോള് വന്നോ? ഇനി മോളെ, ആ കായംകുളം കലാസമിതിക്കാർ സമ്മതിച്ചു. നോട്ടീസിന്റെ മുകളിൽ നിന്റെ പേരാ, ഫോറിൻ ഫെയിം രേഖ. തുകയുടെ കാര്യത്തിലാ പിന്നെ തർക്കം. ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരു നാടകത്തിന് 200 രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഒടുവിൽ 150 സമ്മതിച്ചു. നമുക്ക് നാളെ കാലത്തെ കായംകുളത്തിന് പോകണം. ഞാനെങ്ങും വരുന്നില്ല. പിന്നെ നീ ആചാര്യച്ചേർക്കനോട് പുറക്കാൻ പോവാനോടി? അതെ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. കല്യാണമോ? എന്താ, എനിക്കങ്ങനെ ആഗ്രഹിച്ചൂടെ? വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും അരുത് മോളെ. ഈ കുടുംബം പട്ടിണിയായി പോകും. നീ പോയാ ഞങ്ങൾ ആര് നോക്കും? അവനവൻ നോക്കണം. കഴിഞ്ഞ 10 വർഷമായി എന്റെ ചോരയെ നീര് ഊറ്റിക്കുടിച്ചല്ലേ നിങ്ങൾ ഇവിടെ ജീവിച്ചത്. ഇനി അത് നടപ്പില്ല. എനിക്കൊരു ജീവിതം വേണം. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ആരോഗ്യമുണ്ടല്ലോ. മെയ്യരിങ്ങി എന്തെങ്കിലും ജോലി ചെയ്യണം. ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? കയറ് പിടിച്ചും തൊണ്ടതെല്ലിയും ചുമടെടുത്തും ആളുകൾ ജീവിക്കുന്നില്ലേ? അപ്പൊ നീ ഞങ്ങളെ ചോറ് വെപ്പിക്കാൻ പോകണല്ലേ? കായം കൊടുത്ത് വരുന്നില്ലെങ്കിൽ അത് പറ. ഇവിടെ വേറെ ആളുണ്ട്. ശാലിനി, മോളെ ശാലിനി. ഈ മൂസൽ പറഞ്ഞ നീ കേട്ടില്ലേ? അവളില്ലെങ്കിൽ നമ്മൾ മുങ്ങിപ്പോകുന്നു. എന്റെ മോള് ശരീരത്തിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് ആറ്റിപ്പോയി കുളിച്ചേച്ചു. നാളെ നമുക്ക് കായംകുളത്തിന് പോകണം. നാടകം കളിക്കാൻ ഞാൻ വരുന്നില്ല. അച്ഛാ,
അതിനെന്നെ കിട്ടില്ല. ഈ പാവം ചേച്ചി ഞെക്കിപ്പിഴിഞ്ഞില്ലേ നിങ്ങളോട് സൂചിച്ചത്? അതിനെന്നെ കിട്ടില്ല. തന്തയ്ക്ക് വെക്കാത്തോളെ എന്താടി പറഞ്ഞത്? തൊട്ടുപോരുതവളെ. ഇല്ലച്ച, എന്നെ പോലെ ഒരു ബലിയാടാവാൻ എന്റെ അനിയത്തിമാരെ ഞാൻ വിട്ടുതരില്ല. ഇവളാ ഇതിനൊക്കെ കാരണക്കാരി. അതെ ഇടി, നീ ഈ വീട് മുടിച്ചേ അടങ്ങും. ഈ വീട്ടിലാരും നാടകത്തിന് പോയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കഴിയും? ചേച്ചി, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവുമില്ല. പണത്തിന് ദാരിദ്ര്യമുള്ളൂ. നിങ്ങൾ പെറ്റുപെരുകുന്നതിനനുസരിച്ച് ഈ വീട്ടിലെ വരുമാനം വർദ്ധിക്കുന്നുണ്ടോ? അമ്മ കൂടി കേൾക്കാനാ പറയുന്നത്. മത്സരിച്ച് പ്രസവിക്കാനല്ലാതെ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് അമ്മയും ചേച്ചിയും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. മോളെ, കായംകുളത്തുകാരുടെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്ക്. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം. അലക്സേ, ഒന്നിങ്ങന്നെ. എന്റെ യൂണിയനോട് ആലോചിക്കാതെ നിങ്ങൾ എങ്ങനെ ഈ കമ്പനി വീണ്ടും തുറന്നത്? നിങ്ങളുടെ യൂണിയനോട് ആലോചിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ഒപ്പിട്ട കോൺട്രാക്ടേ ഇന്നും നിലവിലുണ്ട്. കോൺട്രാക്ട് ഒപ്പിട്ട ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയല്ലേ? അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞാനിത് തുടങ്ങിയത്. എന്ത് വേണം? വിഷുമുട്ടി, നമ്മുടെ യൂണിയനുമായി ആലോചിക്കാതെ പുതിയ തൊഴിലാളികളെ എടുക്കാൻ നിങ്ങൾ എന്തിനു സമ്മതിച്ചു? യൂണിയനോട് ആലോചിച്ചിട്ടുണ്ട്. ആരുമായിട്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏത് യൂണിയൻ? കൊണാപ്പ് യൂണിയൻ. ഞാനാ അതിന്റെ പ്രസിഡന്റ്. ഇപ്പൊ എന്താ വേണ്ടത്? കൃഷ്ണൻകുട്ടി, ഇപ്പോഴല്ലേ കൃഷ്ണൻകുട്ടി അന്വേഷിക്കാൻ വന്നത്? 1.5 വർഷം തൊഴിലില്ലാതെ ഞാൻ പട്ടിണി കിടന്ന കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു? എവിടെയെങ്കിലും ഒരു തൊഴിൽ വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടു പഠിക്കില്ല എത്ര തവണ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് എന്നോട് മിണ്ടാൻ പോലും സന്മനസ് ഉണ്ടായിട്ടില്ലല്ലോ. ഇനി നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താതിരുന്നാൽ മതി. അലക്സേ, നീ ജയിച്ചു കരുതണ്ട. ഞങ്ങളുടെ യൂണിയനിൽ 10 പേരെയല്ലേ നീ പിടിച്ചെടുത്തിട്ടുള്ളൂ. 10,000 വെളിയിലുണ്ട്. ആരെങ്കിലും ഫാക്ടറി തുടങ്ങിയ അത് പൂട്ടാനല്ലേ? പൂട്ടിയ ഫാക്ടറി തുറപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്? ഗോപാല, ഇല്ലെങ്കിലും മാനമായിട്ട് വല്ല തൊഴിലും ചെയ്ത് ജീവിക്കുന്നു. അപ്പോ നിങ്ങൾ വെളിയിൽ വരുമല്ലോ, അപ്പൊ കാണാം. ഓ ആ, നിങ്ങൾ പോയി ജോലി ചെയ്യും. നീ വേണം. സരസ്വതി, സരസ്വതി, ആരോ പറഞ്ഞുണ്ട്. പണ്ടാരം കണ്ടാൽ പിരിവുകാരാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറയണം. മിസ്റ്റർ ഗോവിന്ദ് പൈ ഇവിടെ ഉണ്ട്? ഇവിടെ ഇല്ല, പുറത്തു പോയി. ഞങ്ങൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ വീട് പരിശോധിക്കാനുള്ള ഓർഡർ ഉണ്ട്. പരിശോധന കഴിയുന്നതുവരെ ഈ വീട്ടിലുള്ള ആർക്കും പുറത്തു പോകാൻ അനുവാദമില്ല. ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇവരെ പെരുപ്പകാരല്ല പണ്ടാരം. നിങ്ങൾ ഇങ്ങോട്ട് പറയൂ, എനിക്ക് പേടിയാവണോ? എന്റെ പൊന്ന് സാറുമാരെ, നാട്ടിൽ കോടിക്കണക്കിന് രൂപ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അവിടെ ഒന്നും പോകാതെ ഈ പാവപ്പെട്ടവന്റെ വീട്ടിലാണോ പരിശോധന? ഞാൻ നോക്ക സരസ്വതി, എല്ലാം അങ്ങോട്ട് കാട്ടിക്കോട്ടെ. അവരെവിടെ വേണമെന്ന് വെച്ചാൽ നോക്കട്ടെ. നമ്മുടെ കണക്ക് പുസ്തകം ദേ ഇരിക്കണം. അതിൽ നയാ പൈസ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് പോ. ഇവിടെ കയറാൻ പാടില്ല. ഇവിടെ എന്റെ ദൈവങ്ങളാ. ഇവിടെ അശുദ്ധമാക്കാനേ പോകൂ. മിസ്റ്റർ പൈ, ഈ മുറി ഞങ്ങൾക്ക് പരിശോധിക്കണം. ഒന്ന് എഴുന്നേറ്റ്.
ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്റെ സ്വാമി, എന്നെ കാത്തോണ്ട് സ്വാമി. നോക്കാം സാറുമാരെ, എനിക്ക് പ്രഷറുണ്ട്. ഞാൻ സൂക്കേടുകാരനാണ്, ചത്തുപോകും. നിങ്ങൾ അതിനെ പൊറുപ്പ് നോക്ക്. ഞാൻ സൂക്കേടുകാരനാണ്, ആന്ധ്രക്കുരുവിന്റെ സൂക്കേടുണ്ട് എനിക്ക്. നിങ്ങൾ വിടൂ, എന്നെ വിടൂ ദുഷ്ടന്മാരെ. നോക്ക്, എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാതെ വെച്ചിട്ടാണോ ഞാൻ കേസ് കൊടുക്കും. നോക്ക്. കോടതിയിൽ നമ്മൾ കേസ് കൊടുക്കും. നോക്കാം ദുഷ്ടന്മാരെന്ന്. എന്റെ തിരുമൽ ദേവ, ഇതെന്ത് പറ്റി? എന്താച്ചാ? അപ്പന്റെ എല്ലാം പോയടാ മോനെ. പൊന്നും പണവും എല്ലാം അവരെ കൊണ്ടുപോയി. ഇല്ലച്ചാ, മുഴുവനും പോവില്ല. ഇവിടുന്ന് കൊണ്ടുപോയതിന്റെ 10% നമുക്ക് തിരിച്ചു കിട്ടും. കള്ളപ്പണം ഒളിച്ചു വെച്ചിരിക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ ഇൻകം ടാക്സുകാരെ അറിയിച്ചാൽ അവർ വന്ന് കണ്ടുപിടിച്ചെടുക്കുന്ന പണത്തിന്റെ 10% അറിവ് കൊടുക്കുന്ന ആൾക്ക് സമ്മാനമായി കിട്ടും. ഇവിടെ പരിശോധിക്കാൻ വന്നവർക്ക് എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തത് ഞാനാ. എടാ പണ്ടാറവ സോറി, അപ്പനെ ഒറ്റിക്കൊടുത്ത മഹാപാവി. ക്ഷോഭിക്കണ്ട, പ്രഷർ കൂടും. അച്ഛന്റെ പാവം തീർക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിധി കാക്കുന്ന ഭൂതം പോലെ ഈ പണം ഇവിടെ കൂട്ടിവെച്ചതിന് കാവലിരിക്കായിരുന്നില്ല അച്ഛൻ. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ സംശയം, ഈ വീട്ടിലുള്ളവരെ പോലും. രാത്രി കള്ളന്മാരെ പിടിച്ചുറക്കേയില്ല. അച്ഛൻ രോഗിയായത് അങ്ങനല്ലേ? ആ സമ്പാദ്യം കൊണ്ട് ആർക്കാ ഗുണം? ഇപ്പൊ സർക്കാർ കൊണ്ടുപോയെങ്കിൽ ആ പണം നാടിനെങ്കിലും പ്രയോജനപ്പെടും. പിന്നെ എനിക്ക് കിട്ടുന്ന 10% അത് കണക്കിൽപ്പെടുന്ന പണമാണ്. നമുക്കതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. അച്ഛന് സമാധാനമായിട്ടിരിക്കാം, കള്ളന്മാരെ പേടിക്കാതെ സുഖമായിട്ടുറങ്ങാം. അതെ, സുഖമായിട്ട് ഉറങ്ങാം. അത് അപ്പന്റെ അവസാനത്തെ ഉറക്കമാണ്. ദുഷ്ട. വള്ളിമുക്കിലെ സകല കടകളും അടപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അവരാച്ച ജീപ്പ് അനൗൺസ്മെന്റിന് നമ്മുടെ സുഗുണനെ അയച്ചാൽ എന്താ? പുള്ളി നല്ല സാഹിത്യത്തിൽ പറഞ്ഞോളൂ. സാഹിത്യം കുറച്ചക്രമൊന്നും വേണ്ടെന്നേ. ടൈഗർ വാലി കുടിയിറക്കൽ പ്രതിഷേധം നാളെ കരിദിനം. ഇത് തീപ്പുരിയായിട്ട് വിളിച്ചു പറഞ്ഞാൽ അത് ശരി. മൈക്കിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾ നേരിട്ട് പോയി നാളെ കടയടയ്ക്കണമെന്ന് എല്ലായിടത്തും കയറി ഇറങ്ങി പറയണം. വേണ്ടിടത്ത് അല്പം ബലം പ്രയോഗിച്ചാലും കുഴപ്പമില്ല. സർക്കാരിന്റെ ഭീഷണിയിൽ ഞങ്ങൾക്ക് ഭയമില്ല. 25,000-ലേറെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ കണ്ണുനീര് അവഗണിച്ചുകൊണ്ടും ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മതവികാരങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടും ടൈഗർ വാലി പദ്ധതി നടപ്പാക്കാൻ അവർക്ക് സാധിക്കില്ല. നാളത്തെ പണിമുടക്ക് അതിനെതിരായുള്ള വെറും ഒരു സൂചനാ സമരമാണോ? അല്ല, വിജയം വരെ തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരു മഹാസമരത്തിന്റെ തുടക്കം മാത്രമാണ്. നിങ്ങൾ പത്രക്കാർ ഞങ്ങളുടെ ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.